പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. യേശു കർത്താവെ നന്ദി, യേശു കർത്താവെ സ്തോത്രം. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. പ്രൈസ് യു ജീസസ്, അഡോർ യു ജീസസ് ക്രൈസ്റ്റ്, വർഷിപ്പ് യു ജീസസ് ക്രൈസ്റ്റ്, ട്രസ്റ്റ് ഇൻ ദി ജീസസ് ക്രൈസ്റ്റ്, ലവ് യു ജീസസ് ക്രൈസ്റ്റ്. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഉത്കണ്ഠ ഇന്നത്തെ മനുഷ്യരാശിയെ ഏറ്റവുമധികം ഗ്രസിച്ചിരിക്കുന്ന ഒരു വലിയ പ്രോബ്ലമാണ് ആങ്സൈറ്റി. എല്ലാവരും അമിതമായ ഉത്കണ്ഠയിലാണ് ജീവിക്കുന്നത്. ഇപ്പോൾ പൈസ ഇല്ലാത്തവർ ദാരിദ്ര്യത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നു. പൈസ ഉള്ളവർ ആ പൈസ എങ്ങനെ വിനിയോഗിക്കും, അത് നഷ്ടപ്പെട്ടു പോകുമോ എന്നതിനെക്കുറിച്ച് അവർ ഉത്കണ്ഠപ്പെടുകയാണ്. ജോലിയുള്ളവർ ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള ഉത്കണ്ഠ, ജോലി ഇല്ലാത്തവർ ജോലി കിട്ടുമോ എന്ന ഉത്കണ്ഠ, പരീക്ഷ എഴുതുന്നവർ പാസ്സാകുമോ എന്ന ഉത്കണ്ഠ, ഈ പാസ്സായിക്കഴിഞ്ഞാൽ ഇനി എന്ത് എന്നുള്ള ഉത്കണ്ഠ. ഇങ്ങനെ അതുപോലെ ഒരു വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ ഇനി ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും, എന്നെ ആര് നോക്കും, അങ്ങനെയുള്ള ഉത്കണ്ഠ. മക്കളൊക്കെ പുറത്തൊക്കെ ആണല്ലോ, അവനെ ആര് നോക്കും, അങ്ങനെ ഒരു ഉത്കണ്ഠ. ഇങ്ങനെ ആകുലപ്പെട്ട് മനുഷ്യർ ജീവിക്കുന്നു. ഇനി മഴ ഇല്ലെങ്കിൽ നമ്മൾ പറയും, എന്തു ചെയ്യും, മഴയില്ലല്ലോ, കൃഷി നശിക്കും, കറണ്ട് ഉണ്ടാവില്ല. മഴ പെയ്യുമ്പോൾ നമ്മൾ പറയും, വെള്ളപ്പൊക്കം വരുമോ. ഇങ്ങനെ പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. നമ്മൾ ജീവിതം ഒരിക്കലും നമ്മൾ ആസ്വദിക്കുന്നില്ല. അപ്പം ഇതിൻ്റെ ഒരു മൂല കാരണം നമ്മളൊക്കെ അനശ്വരരാണെന്നൊരു ചിന്ത, നമ്മൾ എന്നും ജീവിക്കുമെന്നൊരു ചിന്തയാണ്. അപ്പോൾ ഞാൻ വെറുതെ ChatGPT അടിച്ചു നോക്കിക്കഴിഞ്ഞപ്പോൾ ഇന്നേ വരെ ഈ ഭൂമിയിൽ 10,900 കോടി മനുഷ്യർ ജീവിച്ച് കടന്നു പോയിട്ടുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്നവർ തന്നെ 830 കോടി ജനങ്ങളാണ് ഇന്ന് ജീവിക്കുന്നത്. നാം അതിൽ ഒരുവൻ അല്ലെങ്കിൽ ഒരുവൾ മാത്രം. അപ്പോൾ ഇത് എന്തോരം ആളുകളാണ് ജീവിച്ച് മരിച്ചുപോയത്. അപ്പോൾ ഈ മനുഷ്യർക്കൊരു ജീവിതം കർത്താവ് തന്നിരിക്കുന്നു. അത് ആകുലപ്പെട്ട് അങ്ങനെ ജീവിച്ച് തീർക്കേണ്ടതല്ല. ഈ ആകുലതകൾ അല്ലെങ്കിൽ ഉത്കണ്ഠ നമ്മളെ പിടികൂടുന്നത് എല്ലാം നമ്മൾ തന്നെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോഴാണ്. ദൈവ പരിപാലനയിൽ ആശ്രയിക്കാതെ സ്വന്തം കഴിവിലും ബുദ്ധിയിലും മാത്രം ആശ്രയിച്ച് തുടങ്ങുമ്പോഴാണ് നമ്മുടെ ഉത്കണ്ഠ വർദ്ധിക്കുന്നത്. എല്ലാം ദൈവം നിശ്ചയിക്കട്ടെ, ദൈവനിശ്ചയം പോലെ ഭവിക്കട്ടെ എന്ന ഒരു ചിന്ത നമ്മളിൽ ഉടലെടുക്കുകയാണെങ്കിൽ അതോടെ ഈ ആകുലതകൾക്ക് വിരാമമാകും. ഇന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് ചിന്തിക്കാൻ തന്നെ കാരണം, ഒന്ന് ഉത്കണ്ഠ. കാരണം 2 ദിവസമായിട്ട് ഭയങ്കര മഴ. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിലെ കെടുതികളെല്ലാം ഓർമ്മ വരുന്നു.
ഇനി അത് റിപ്പീറ്റ് ആവുമോ എന്നുള്ള ഒരു ഉത്കണ്ഠ ചിലപ്പോൾ ആകാം. പക്ഷേ അതിനുള്ള മറുപടി ഇന്ന് ബൈബിൾ തുറന്നപ്പോൾ ലഭിച്ച വചനഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 32-ാം വാക്യം 22-ാം വാക്യം. ദൈവ പരിപാലനയിൽ ആശ്രയം. വീണ്ടും അവൻ ശിഷ്യന്മാരോട് അരുളിച്ചെയ്തു, അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തു ഭക്ഷിക്കുമെന്ന് ജീവനെപ്പറ്റിയോ എന്ത് ധരിക്കും എന്ന് ശരീരത്തെപ്പറ്റിയോ നിങ്ങൾ ആകുലരാകേണ്ട. എന്തെന്നാൽ ജീവൻ ഭക്ഷണത്തിലും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ്. കാക്കകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവയ്ക്ക് കലവറയോ കളപ്പുരയോ ഇല്ല, എങ്കിലും ദൈവം അവയെ പോറ്റുന്നു. പക്ഷികളേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ആകുലരാകുന്നതുകൊണ്ട് ആയുസ്സിൻ്റെ ദൈർഘ്യം ഒരു മുഴം കൂടി നീട്ടാൻ നിങ്ങളിൽ ആർക്ക് സാധിക്കും? ഏറ്റവും നിസ്സാരമായ ഇതുപോലും ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ മറ്റുള്ളവയെപ്പറ്റി ആകുലരാകുന്നതെന്തിന്? ലില്ലികളെ നോക്കുവിൻ, അവ നൂൽ നൂൽക്കുകയോ വസ്ത്രം നെയ്യുകയോ ചെയ്യുന്നില്ലല്ലോ. എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും അവൻ്റെ സർവമഹത്വത്തിലും അവയിൽ ഒന്നിനെപ്പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ തീയിലെറിയപ്പെടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇത്രമാത്രം അണിയിച്ചൊരുക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം അണിയിക്കുകയില്ല. എന്തു തിന്നുമെന്നോ എന്തു കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട, ആകുല ചിത്തരാകുകയും വേണ്ട. ഈ ലോകത്തിൻ്റെ ജനതകളാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് ഇതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം. നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ, ഇവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. ചെറിയ അജഗണമേ, ഭയപ്പെടേണ്ട. എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. യേശു കർത്താവേ നന്ദി, യേശു കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ആകുല ചിത്തരാകേണ്ട. നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കുവിൻ, എന്നിൽ വിശ്വസിക്കുവിൻ. ട്രസ്റ്റ് ഇൻ മീ. നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളെ നോക്കിക്കൊള്ളും. കർത്താവ് നമ്മളെ പരിപാലിച്ചുകൊള്ളും. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക. അവൻ നമ്മളെ കൈപിടിച്ച് നടത്തിക്കൊള്ളും. യേശു കർത്താവേ നന്ദി, യേശു കർത്താവേ സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. കർത്താവേ, പൂർണ്ണമായി ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ. യേശു കർത്താവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ്, പ്രൈസ്, വർഷിപ്പ് ജീസസ്. അഡോർ യു ജീസസ് ക്രൈസ്റ്റ്. ലവ് യു ജീസസ് ക്രൈസ്റ്റ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ.